അഭിപ്രായം നമ്മള് കേക്കണ്ടേ? അതാ പോയെ. അടിപൊളിയാ. ഫുൾ ടാങ്ക് അടിച്ചു. ഹായ് ഗായ്സ്, നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ഇതൊരു ചെറിയ വ്ളോഗായിരിക്കും. നമ്മൾ ഫാമിലി ആയിട്ട് പുറത്ത് പോകുന്നൊരു ചെറിയ വ്ളോഗ്. ഓക്കെ, ല്ലേ? ഇതാണ് മൂത്താപ്പ. മൂത്താപ്പ ഒരു ഹായ്. ഇത് മാമി, ഇത് ഡാഡി. നമ്മളിന്ന് ഒരു വിൻറ്റേജ് കാർ കാണാം. എല്ലാം കുവൈത്തിൽ വളരെ സുലഭമാണ്. നമ്മൾ കാറ് കാണിച്ചു കൊടുത്താ അതേതാ കളർ അറിയോ? ടിഫ്നി ബ്ലൂ. ഇപ്പൊ നമ്മളെ ഷോപ്പിലേക്കാണ് പോകുന്നത്. അവിടെ അളിയനുണ്ട്. അളിയനെയും കൂട്ടിയിട്ടായിരിക്കും ഇനിയുള്ള യാത്ര. അതാണ് നമ്മുടെ അളിയൻ. ഏത് ഫോണ്? എന്റെ ഫോൺ എന്റെ അടുത്തുണ്ട്. പോരി എങ്ങോട്ട്? ഫത്തൽ ചായടി. ഇത് കട്ടനാ? അത് കട്ട. ഇതാ കട്ട അല്ല, അത് മത്സ. മാമി വരി. നമ്മള് അളിയനെത്തിരിക്കാണ്. ഹായ് പറയും. ഹായ്. എന്റെ നമ്മളെ കടികൾ മുളക് ബസി ഒരു കടി. ഓക്കെ, നമ്മൾ കടിക്കുന്നതായിരിക്കും. ബെസ്റ്റ് ഇൻ ദ വേൾഡ്. Best curry you can get from Kuwait. Best curry, yes. നമ്മൾ അഡ്രസ് പറഞ്ഞു ഷോപ്പിലെ അഡ്രസ് റിഹാബ് ജമിയ റൈസ് മൊത്തം ഫ്രഞ്ച്. കുവൈത്തിലുള്ളവർ എന്തായാലും വരിക, എന്തായാലും കോൺടാക്ട് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക. ഫുഡ് നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും അല്ലേ? ഡെലിവറി ഉണ്ട്, ഹോം ഡെലിവറി 24 hours ആണ്. യെസ്, അക്രോസ് കുവൈറ്റ് അല്ലേ? Across Kuwait? Across Kuwait? Not only Rehab, Rabia, Ishbilia. No Farvania? Farvania, some requested. We will accept. റിക്വസ്റ്റ് ചെയ്താൽ നമ്മൾ അതിൻ്റെ പ്രത്യേക ഫ്രണ്ട്സില്ല, യൂട്യൂബ് ഇതിൽ ആൾക്കാർക്ക് നമ്മൾ കോഡ് അടിച്ചാൽ മതി. ഫർവാനുള്ള ആൾക്കാർക്ക് കിട്ടും. ഇപ്പം ചായ ആസ്വദിച്ചു കുടിയാണ്. കുറച്ച് ടഫാണ്. ഇങ്ങോട്ട് നമ്മള് അളിയന്റെ കണ്ണ് കാണിച്ചുതരാം. ബ്രൗണിഷ് നമ്മള് ലൊക്കേഷൻ എടുക്കണം. ലൊക്കേഷൻ ഇവിടുന്ന് 24 മിനിറ്റ് കാണിക്കുന്നുണ്ടല്ലോ. ഇതന്നെ റിച്ച്. വണ്ടി നിർത്തിയിട്ടിട്ട് വന്നിട്ടിരിക്കും.
ഹായ്. ഹായ്. ഇവരൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. എൻ്റെ മാമിയും പുതിയൊരു തലമുറയ്ക്ക് പ്രചോദനമായി. അതെ, താപ്പയുടെ കരങ്ങളും ശരീരവും കരങ്ങളും ശരീരമല്ലോ പിടിയല. നമുക്ക് അടുത്ത വരും പിടിയല ആൾക്കാരെയും അവരുടെ ജീവിതവും നമ്മുടെ ഷോപ്പിന്റെ സർവീസും അതിലല്ല ഇതെല്ലാം എല്ലായിടത്തും വരും. ഇതെല്ലാം ലക്ഷങ്ങൾ കാണുന്നതാണ്. അതാണ് നമ്മളെ ഷോപ്പിന്റെ എല്ലാം വരുന്നതായിരിക്കും. ആരെല്ലാം പറയും അതെല്ലാം പ്രശ്നം. In 400 meters, merge onto Jawara Road, Route 18. അവിടെ ദുബായ് എന്ന് വെച്ചാൽ ഒരുപാട് ബ്രാൻഡുകളിലെ കാറ് കാണാം. ഇവിടെ ഇപ്പൊ ലാൻഡ് ക്രൂസറിൽ ഒരുപാട്. ഇവിടെ ലാൻഡ് ക്രൂസർ മാത്രമേ ഉള്ളൂ എന്നാണ് എങ്ങനെ പറയുന്നത്. ലാൻഡ് ക്രൂസറിനെക്കാട്ടും കൂടുതൽ അവിടെ നമുക്ക് നിസാന്റെ പെട്രോൾ ആവുക. പെട്രോൾ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? നിസാൻ പെട്രോൾ ഉണ്ട്, പക്ഷെ അത്ര ഇല്ല. പിന്നെ ഫോർച്യൂണർ ഇവിടെ ആർക്കും വേണ്ട. ഫോർച്യൂണർ കുവൈറ്റ് അല്ല, അത് ഇന്ത്യക്കാർ യൂസ് ചെയ്യുന്ന കൂടുതൽ. അതിന് അറബികളെ കാണണമെങ്കിൽ കുവൈറ്റിൽ തന്നെ വരണം. ഞാനിപ്പോ പോയിടത്തോളം JCC പോയിട്ട് അറബികൾ എന്ന് പറയുന്നത് കുവൈറ്റിൽ വന്നാലേ അറബികളെ കാണാൻ. തലയിൽ കെട്ടണം കെട്ടിയിട്ട് ശരിക്കുള്ള ദുബൈയിലെല്ലാം കംപ്ലീറ്റ് എല്ലായിടത്തും ഇന്ത്യക്കാരാ. ദുബായിൽ അറബികളെ കാണണമെങ്കിൽ അറബികൾ ഏരിയ ഓലിങ്ങനെ എല്ലായിടത്തിലും വന്നിട്ടുള്ള. ഇവിടെ അതല്ല, ഇവിടെ എല്ലായിടത്തും ഒരു നാടൻ ഇതില്ല ലെവലില് കഴിക്കുക. വലിയൊരു പൈസയില്ല, ചെലവ് ഇതുമില്ല. എന്ത് പരിപാടിക്ക് എല്ലാവർക്കും കുവൈറ്റുകൾ പോകുന്ന പരിപാടിക്കെല്ലാം നമുക്ക് പോവാം. പക്ഷെ ദുബൈയിൽ അതല്ല. ഉള്ളവന് മാത്രമാണ് അവിടെ ഒരു മര്യാദക്ക് ജീവിക്കാൻ കഴിയുക. ഒരു സാധാരണ ഒരു ലേബർ ജോലിക്കാരനൊന്നും ഒരു ജോലി കഴിഞ്ഞ റൂമിൽ ഇല്ലാത്തവൻ ഉള്ളവനെ പോലെ അഭിനയിക്കേണ്ടി വരും. അതെ, എത്ര തിരക്കുള്ളവനും തിരക്കില്ലാത്തവനും അവിടെ എന്താ വെച്ചാൽ ഞാൻ ബിസിയാന്നാ പറയും. ആർക്കും ഒരു പണിയുണ്ട്. പക്ഷെ കുവൈത്തിൽ അതല്ല. അവിടെ ഇപ്പൊ ദുബായി പോയിട്ട് ഇനിയിപ്പോ ആൾക്കാരെ ഫേസ് നോക്കിയാല് എന്താ പറയാ, എല്ലാവരും തിരക്കായിരിക്കും. എല്ലാവരും ഇങ്ങനെ ഓടുന്നുണ്ട്. ഒരു സ്ഥലത്ത് നിന്നിട്ടുള്ള ഒരു പരിപാടി. എല്ലാവരും ഇങ്ങനെ പായുന്നുണ്ട്. പക്ഷെ എന്തിനാന്ന് വെച്ചാല് ഒന്നും ഉണ്ടാകില്ല. എന്തിനോ വേണ്ടി സാമ്പാറുകൾ എന്ന് പറയുന്നില്ല. ദുബൈയിലെ കുറച്ച് ആൾക്കാരുണ്ട്, എല്ലാവരും കാണുക. എന്താന്ന് വെച്ചാല് മെയിൻ വ്യത്യാസം ഈ ഫുഡ്. ഇവിടാന്ന് വെച്ചാൽ ചെറിയ പൈസക്ക് നമുക്ക് ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു 100 ഫിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡ് നല്ലൊരു മിക്സ് കഴിക്കാം, ഷക്കില് കഴിക്കാം, ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പക്ഷെ ആ 100 ഫിൽസ് നമുക്ക് ദുബൈയില് ഒന്നും കിട്ടില്ല. ഒരു പറയുമ്പോ ഒരു ദിറംസ്, 1.5 ദിറംസ്, ഒരു ചായ കുടിക്കാം. ഒരു കറക്റ്റ്. അതെ, അതാണ്. പക്ഷെ ടൂറിസ്റ്റ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ദുബായ് 100 ആണെങ്കിൽ കുവൈത്ത് ഒരു 50 ഉണ്ടായില്ല, ഒരു 30 ഇല്ല. 30 ടൂറിസം വളരെ മോശം അല്ലേ? ഇപ്പൊ പ്രൊമോട്ട് ചെയ്യുന്നില്ലല്ലോ. അതെ, ഞാൻ തന്നെ ഒരു പരിപാടിയും ഇല്ല അല്ലേ? ന്യൂയോർക്കിന്റെ എന്തിനു ന്യൂഇയറിന്റെ ഒരു പരിപാടിയും ഇല്ല. എന്തെന്നാല് ഓരോ സ്ഥലത്ത് എന്തെല്ലാം പരിപാടി ഉണ്ട്. UAE-ന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാല് എല്ലാവരും വെൽക്കം ചെയ്യും. ഒരു തടസ്സയില്ല. ഏത് രാജ്യക്കാരനും എവിടത്തുകാരനും അവിടെ പോവാ. അവർക്ക് അവന്റേതായ ഒരു ബിസിനസ് പെട്ടെന്ന് തുടങ്ങാം, ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് ബിൽഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒരു സ്പോൺസർ ഒന്നും വേണ്ട. ഓണർഷിപ്പ് തന്നെ, അവന്റെ ഓണർഷിപ്പ് ആക്കിയിട്ട് തന്നെ ഇതാക്കാം. ദുബൈയിൽ ആ ഒരു ഇൻഡിപെൻഡന്റ്, UAE-ൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഇവിടെ സ്പോൺസർ ആവശ്യമില്ല. അതെ, പക്ഷെ കുവൈത്തിൽ നേരെ തിരിച്ചാണ്. ഇവിടെ നമുക്ക് എന്ത് ഒരു വസ്തു വാങ്ങണമെങ്കിലും അതിൻ്റെതായ
നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചത് ഇത്ര 9,100 അതായത് 107 ലിറ്റർ. അത് വെറും 9 ദിനാർ നമുക്ക് എന്തായിരിക്കാം ഇവിടുത്തെ നാട്ടിലത്തെ പെട്രോളിന്റെ പ്രൈസ് എന്താ പറയാ. ഇപ്പം ഇവിടെ നമ്മൾ 9 ലിറ്ററിന് എത്ര കൊടുത്തു? എത്ര ലിറ്ററാ ഇവിടെ ഇപ്പൊ 107 ലിറ്റർ അടിച്ച്. 107 ലിറ്റർ. അതിന് 9 ദിനാറായി. 9 ദിനാർ പറഞ്ഞാല് 2,500 സംതിങ്. 9 ദിനാറും 100 ഫിൽസ് 2,500 സംതിങ്. 107 ലിറ്റർ. നമ്മള് നാട്ടിലാണെങ്കിൽ 40 ലിറ്റർ ഒക്കെ നമ്മള് 4,000 ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഒരു 100 ലിറ്ററിന് എത്രയായി? 10,000 രൂപ. 100 ലിറ്ററിന് എങ്ങനാ നാട്ടിലോ? 100,000 മേലെ 107 ലിറ്റർ അടിച്ചില്ല. ഇവിടെ അതിനെത്ര എത്ര എത്രയായിരുന്നു? 80 വിൽസ്. 80 വിൽസ് എന്ന് പറയുമ്പോ എത്ര രൂപയായി? 22 രൂപ. എത്ര ആളു അല്ലേ? 250 22 മൈനസ്. അത് വേണ്ട, ഞാൻ പറഞ്ഞാ 282. നമ്മൾ സിറ്റിയിൽ നിന്നും മാറി ഏകദേശം ഒരു 40 കിലോമീറ്റേഴ്സ് ഇപ്പുറം വന്നിരിക്കുകയാണ്. നമ്മള് കഴിഞ്ഞ ദിവസം പോയ മുത്തല ഈ മലയാണത്. അതിന്റെ അപ്പുറം ഇവിടെ ഒന്നല്ല. ഹെൽമെറ്റ് വിട്ട് വരണല്ലോ. നമുക്ക് വലിയ വണ്ടിയാണോ? നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 14. 14 13. 13 വയസ്സ്. 16 വയസ്സിന് മേലോട്ട് ഇല്ല ആണ് മാത്രമേ ഉള്ളൂ. നീ ഇങ്ങനെ കാണുക. അതന്നെ അതാ ഡ്രോണൊക്കെ. ഞാനോ ഡ്രോൺ നമ്മളങ്ങനെ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. എന്താണ് നമ്മൾ ദുബായും നമ്മൾ കമ്പാരിറ്റീവ്ലി നിങ്ങളല്ലേ ചോദിച്ച ഇതുണ്ടോന്ന്? അല്ല അന്ന് ഞാൻ ചോദിച്ചേ ഞാൻ ഇതൊക്കെ ഉണ്ടോന്ന്. അതൊക്കെ ഉണ്ട്, ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരാന് നിർബന്ധം പിടിച്ചത്. നമ്മൾ ദുബായിൽ കാണുന്ന ഒരു പരിപാടി ഡെസേർട്ട് സഫാരി ഉണ്ട്. അത് നമ്മൾ വേറെ സ്ഥലത്ത് പോകണം. ഡെസേർട്ട് സഫാരി ഉണ്ടോ? നമുക്ക് ഇതും വേണം. അതിന്റെ ആവശ്യം നമുക്ക് അങ്ങനത്തെ 3 ആൾക്കാർ കയറാൻ പറ്റും. ഇത് ഉണ്ടാക്കിയിരിക്കൂടെ? شنو يبي سيارة ثانية؟ لا 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 ما يبي لا لا تعال كلمك تعال تعال والله ولد قاعد راح يجيك باكر. നമ്മൾ ഇവിടെ വിലപേശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗായ്സ് നമ്മള് ഇതാ എടുത്തിരിക്കുകയാണ്. അങ്ങനെ വാഹിദിന് എത്ര 12 കേടിയ, ഒന്നിന് 12 കേടിയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. മൂത്താപ്പ് ഇത് ട്രൈ ചെയ്യാൻ പോവാണ്. അങ്ങനെ മൂത്താപ്പ് ഫസ്റ്റ് കയറിയിരിക്കുകയാണ്. എന്താണ് മാമി പറയാനുള്ളത്? ഒരാൾ കൂടി കയറുന്ന സമയം 4:30. ഗായ്സ് ഇതാണ് നമ്മുടെ സ്ഥലം. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. സോ ദിസ് ഈസ് മുത്ല. ഇതാണ് മുത്ല. ഇപ്പം മുത്ല റിജിഡിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. യെസ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് എന്തായാലും പോകാനായി. ഇപ്പോൾ ബഗ്ഗിയും കാര്യങ്ങളൊക്കെ വന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചാണ് വന്നത്. ലുക്ക് അറ്റ് ദിസ്.
ചെല്ലി ചെല്ലി ചെല്ലി. അത് ബ്രേക്കാണോ? يلا يلا فتل فتل കേറി. എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയാ? തിരിഞ്ഞളിക്കുന്നുണ്ടല്ലോ. നല്ല സ്പീഡുണ്ട്, ഇനി സ്പീഡുണ്ട്. വീഡിയോ എടുക്കണേ. ഓ സെറ്റാ. ഇവരെന്തൊക്കെയാ പോയോ? ഗായ്സ്, മുത്താപ്പ കുടുങ്ങിപ്പോയൊരു അവസ്ഥയാണ് നമുക്കിപ്പോ കാണാൻ പറ്റുന്നത്. ആ അതാ അവിടെ ഉണ്ട്. ഇതേടെ പോന്നേ? ഇവിടെ ഇത്ര സ്ഥലം ഉണ്ടായിട്ട് ആദ്യം വളച്ചോട്ടോ, വളക്കാൻ വഴിയാ കാലെടുത്തോ, വളച്ചോ. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ പരിപാടികൾ, ഇന്നത്തെ പരിപാടി. സോ ഇന്നത്തെ പരിപാടി ഇങ്ങനെ അടുത്തതായി ഓടിക്കാൻ പോകുന്നത് മീ യാസർ. ഓക്കെ, നമുക്ക് മാമീൻ്റെ അടിച്ചു വെച്ചേക്കാം. മാമി ഓട്ടുന്നില്ല? ഓട്ടാണ്ടോ പിന്നെ മാമി അടുത്തത് അടുത്ത മാമി ആയിരിക്കും. അടുത്താരാ? അടുത്തത് അളിയങ്ക. അപ്പൊ ഞാൻ ഓട്ടുന്നില്ല. പിന്നെ എനക്ക് എല്ലാരും ഓടിച്ചു കഴിഞ്ഞോട്ടെ. കുതിരപ്പുറത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഇത് പോവില്ല, ഇത് മെല്ലെ നടക്കുക. അതിലൊരു ത്രില്ലില്ല. അതാ അവര് വരുന്നുണ്ട്. വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ ഗായ്സ് എന്നുള്ള സാധനം നമുക്ക് എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനം. നമ്മൾ കുറച്ചുകൂടി യുണീക്കായിട്ട് എന്തെങ്കിലും വേണമെന്ന് നമ്മളിങ്ങനെ ചിന്തിക്കും. പക്ഷെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ക്രൈറ്റീരിയ പോലെ ആയിട്ട് മാറിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ക്രൈറ്റീരിയ അല്ല, അത് എന്താ വെച്ചാൽ നമുക്ക് ആ സാധനം ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മളെ വായിന്ന് ഇങ്ങനെ വന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എല്ലാവരും ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഹായ് ഗായ്സ്. പക്ഷെ അതിന് റീപ്ലേസ് ചെയ്യാനൊരു പിന്നെ ഹായ് ഫ്രണ്ട്സ് നമുക്ക് യൂസ് ചെയ്യാം. വേറെ എന്തെങ്കിലും യൂണീക്കായിട്ടുള്ള സംഭവം ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഇറ്റ് ഡൗൺ. ഓക്കെ, ഇയാളെന്നാ കളിക്കുന്നു? ഹലോ അബീബി, എന്താ വളക്കല്ല? നമ്മള് വിചാരിക്കുന്നതിന് മുന്നേ കുറച്ച് ഓടിച്ചു കൊടുക്കണം. ഇരിക്കുന്നില്ല, തിരിക്കും തന്നെ, പക്ഷെ നല്ല ഇതാ ആടാവും. കുറച്ച് ആടാല്ലേ? മറ്റേതോ അതോട്ടാ? ആ അല്ല, നമ്മളെ സ്പീക്കർ ഉണ്ടായിരുന്നു. അല്ല ഇതെന്താ? ഗായ്സ്, നമ്മളെ അങ്ങനെ നടുവിലാക്കിയിട്ട് ഗായ്സ് ഈ ആൾക്കാർ എന്താക്കി പോയി കളഞ്ഞു. ഞാൻ അലമ്പാക്കിയിട്ട് എങ്ങോട്ടേക്ക് വന്നേ. നമ്മൾ ഇതുവരെ വന്നിട്ട് ഇത് ഓടിക്കാൻ പറ്റിയില്ല. ദിസ് ഈസ് റിയലി അൺഫെയർ. ഇതിനെതിരെ നിങ്ങൾ എന്തായിരിക്കണം, ഇത് ചെയ്യണം. ഓക്കെ, ഇങ്ങോട്ട് നമ്മളങ്ങനെ നടന്നിട്ട് എത്തുന്നില്ല. അതാ കണ്ടിക്കില്ല, അവിടെയാണ് നമ്മൾ എത്തേണ്ടത്. അങ്ങനെ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഇറ്റ്സ് റിയലി അൺഫെയർ, വെരി വെരി അൺഫെയർ. എന്തായാലും പോയൊക്കെ നമ്മൾ അടുത്ത വണ്ടി ഒന്ന് ഓടിക്കട്ടെ. വന്നിട്ട് നമ്മൾ ഓടിച്ചില്ലല്ലോ, അത് വളരെ മോശമല്ലേ. നമ്മൾ പാട്ട് ഞാനും അളിയനും. നിങ്ങൾ എത്ര കിലോ ഉണ്ട്? ഞാൻ 90 അതാ പ്രശ്നം. 93 വെറുതെ അല്ലേ നീങ്ങാത്ത. നേരെ നടക്കാനില്ല, അതൊരു വിഷയമാണോ? അങ്ങോട്ടാ പോയേ? നല്ല വെയിറ്റ് ഉണ്ടടാ. നീ ഓടണോ? അത് ചെഞ്ഞു ഓടിച്ചാൽ നടക്കും. നല്ല പോയില്
വിചാരിക്കുന്നിടത്തിലേക്ക് വീണില്ലടാ. ഗൈസ് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, ഇതിൻ്റെതായ ടെക്നിക്സ് യൂസ് ചെയ്യണം. അയ്യോ കല്ലുണ്ട് ഒറ്റ കൊച്ചു ഇയാളിത് ഞാൻ അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു, ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ ബൈ. എന്തായാലും രാത്രി അപ്പം കണ്ട നമ്മളെ പരിപാടി സൂപ്പർ അല്ലേ? ഗംഭീരമായിരുന്നു അല്ലേ? എങ്ങനെ ദുബായ്ക്കാരന്റെ അഭിപ്രായം നമ്മൾ കേൾക്കണ്ടേ? അതാ പോയെ മിന്നിന് പോലെയാ കണ്ടിട്ടുള്ളൂ. അത് എങ്ങനെ സെറ്റല്ല? അടിപൊളി, അതിഗംഭീരം, ഊർജസ്വരം. നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്